പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ഇന്ന് തിന്നു കുടിച്ച് കൊഴുത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കിക്കൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അനേകം വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ഭക്ഷണത്തോടുമുള്ള ആസക്തി, ഭക്ഷണാസക്തി, കൊതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇന്ന് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും മനുഷ്യൻ്റെ മുമ്പിലേക്ക് കാണുമ്പോൾ, പ്രത്യേകിച്ചും ബേക്കറികളിലും ഹോട്ടലുകളിലുമൊക്കെ അവർക്ക് പരസ്യത്തിന് വേണ്ടി പല കളറുകളൊക്കെ ചേർത്ത് ഇങ്ങനെ ഗംഭീരമായ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ നാവിൽ വെള്ളമൂറും കൊതിയാവും. ഇത് വാങ്ങിച്ച് കഴിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ വരുമാനമില്ലാത്ത വ്യക്തികൾ പോലും അമിതമായ പണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നുന്നുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്: അയ്യോ, ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന തരത്തിലുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചു, കുഴിമന്തി പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു, എന്നാ ടേസ്റ്റായിരുന്നു. പക്ഷേ കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന വ്യക്തികൾ, ഞാനതിനെതിരല്ല കേട്ടോ, പക്ഷേ ആ കുഴിമന്തി എന്നതിന് പകരം കുഴിമാന്തി എന്നാക്കുന്നതാകും കുറേയും കൂടെ ഉചിതം. എത്രയും പെട്ടെന്ന് ഇത് കഴിക്കുന്നവൻ്റെ കുഴി മാന്തേണ്ട ഗതികേടുണ്ടാകാനും സാധ്യതയുണ്ട്. ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്നവരെ വിമർശിച്ചതോ കളിയാക്കി സംസാരിച്ചതോ അല്ല. ഭക്ഷണത്തോടുള്ള ആസക്തി അതൊരു ജഡത്തിൻ്റെ ഒരു ആസക്തിയാണ്. അതുപോലെ തന്നെ കൊതി. ചിലരൊക്കെ അവരുടെ ആഭരണങ്ങൾ പോലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് മുന്തിയ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവസാനം ഗതികേട് പിടിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കൊതിയുടെ പരിണിതഫലമായി പല വ്യക്തികളിലേക്കും നാശം കടന്നു വരുന്നു. കൊതിയുടെ പരിണിതഫലമായിട്ട് ചിലർക്ക് മദ്യം കഴിക്കണം, മദ്യത്തോടുള്ള കൊതി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കെട്ടുതാലി വരെ പറിച്ചു വിറ്റേച്ച് മദ്യം ആ കൊതി കൊണ്ടാണത് കഴിച്ച് കുടിച്ച് ഇല്ലാതാകും, നാശമായി മാറുന്നു. വേറെ ചിലരൊക്കെ ഭക്ഷണത്തോടുള്ള ആർത്തിയാണ്. ഇറച്ചി, മാംസം മാത്രം മതി. അത് കഴിച്ച് ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് കൂട പോലെ അങ്ങ് വീർക്കും. കൂട പോലെ വീർത്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം അറ്റാക്കിലായിരിക്കാം. അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോയി, ശരീരത്തിൻ്റെ ഭാരം ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉപ്പൂറ്റിവേദനയായി, കണ്ണവേദനയായി, മുട്ടുവേദനയായി, ശരീരത്തിൻ്റെ ഭാരം കൂടുമ്പോൾ കാലിനിതൊന്നും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ വേദനാ സംഹാരികൾ വാങ്ങിച്ച് കഴിക്കുന്നു. വേദനാ സംഹാരികളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോൾ കിഡ്നി അടിച്ചു പോകുന്നു. നാശമാണ് അവരുടെ അവസാനം. എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. എത്രയോ വാസ്തവമാണ്. ഉദരമാണ് അവരുടെ ദൈവം. അടുത്ത ഉദരമാണ്. ഈ ഉദരത്തിലേക്ക് വിശപ്പിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ കൂടുതൽ ആൾക്കാർക്കും വലിയ പട്ടിണിയൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ പോലും അതിഗംഭീരമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് പലരും. നാശമാണ് അവരുടെ അവസ്ഥ. ഉദരമാണ് അവരുടെ ദൈവം. തിന്ന് കൂട പോലെ വീർത്ത് ജീവിക്കുന്നൊരവസ്ഥ. എന്തോരം കഴിച്ചാലും മതി വരാത്ത രീതിയിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്.
എല്ലാ ദിവസവും ദുഃഖവെള്ളിയാഴ്ച മാത്രം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും മാംസം കഴിക്കുന്ന വ്യക്തികളും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിലുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ 50 നോയമ്പിനൊക്കെ ചിലപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ മദ്യം വേണ്ടെന്ന് വെക്കും 50 ദിവസത്തേക്ക്. 50-ാമത്തെ ദിവസം നോയമ്പ് വിടലിൻ്റെ അന്ന് തലയും കുത്തി മറിഞ്ഞ് റോട്ടിലായിരിക്കും കിടക്കുന്നത്. കൊതിയങ്ങ് മൂക്കുന്നു. ജഡത്തിൻ്റെ ആസക്തി വർദ്ധിക്കുന്നു. ജഡികാസക്തി. ഇത് രണ്ടും മാരകമായ തിന്മയാണ്. നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയും നമ്മളുടെ ജീവിതം പോലും തകർക്കുകയും ചെയ്യുന്ന മേഖലയാണിത് എന്ന് പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണമേ. ഇപ്പം വീട്ടിൽ പിള്ളേർക്ക് വിശന്നിട്ട് എന്തെങ്കിലും സാധനം കൊതിയുണ്ടായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന പോലെയല്ല. ഇതൊന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും ഇന്നാണെങ്കിൽ അത് വാട്സപ്പിനകത്തൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തൂടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ തന്നെ യൂട്യൂബിനകത്തൂടെ ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കളറൊക്കെ കൊടുത്തുള്ളതാണ് അവർ കാണിക്കുന്നത്. അവരിതിനകത്ത് റേറ്റിംഗ് കിട്ടണം, അത് കാരണം അത് അവരുടെ ബിസിനസ് അതിൻ്റെ പേരിൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയപ്പെട്ട സാധനം ഓരോ വീടുകളിലും ഇത് വിലയ്ക്ക് വാങ്ങുന്നു, വിലച്ച് വാങ്ങിച്ച് കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഇങ്ങനെ തിന്നാൻ കൊതിയാവുന്നു, ഒന്ന് കഴിയുന്നു, അടുത്തതിലേക്ക് പോകുന്നു, ഇങ്ങനെ കഴിച്ച് നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ദൈവത്തെ ഒന്ന് വിളിക്കാനോ, ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനോ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാനോ ഒന്നും സമയമില്ല. പിന്നെയോ ഭക്ഷണാസക്തി, അതിനോടുള്ള ആർത്തി ഇന്ന് പല വ്യക്തികളിലും കുടികൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിമോചനം ആവശ്യമാണ്. ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് കഴിക്കണം. ഇതാവശ്യത്തിനപ്പുറമാണെന്ന് പലരുടെയും ഭക്ഷണ രീതി. ഈ ഭക്ഷണ രീതിയിൽ നിന്നൊക്കെ ഒത്തിരി സാമ്പത്തികമായ തകർച്ചകളും കടബാധ്യതകളും ഒക്കെ പല മേഖലകളിലേക്കും കടന്നു വരും. അതുപോലെ തന്നെ ഒരു ഭക്ഷണത്തിന് കഴിച്ചതിൻ്റെ പരിണതപരമായിട്ട് പല രോഗങ്ങളും കടന്നു വന്നിരിക്കും. അന്നാരവും സാമ്പത്തികമായ തകർച്ച. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. തിന്നുകുടിച്ച് ആനന്ദിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് കരുതിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. കർത്താവെ, അതിൻ്റെ പരിണതഫലമായിട്ട് രോഗങ്ങൾ, ദുരിതങ്ങൾ, തകർച്ചകളെല്ലാം കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടുകൊണ്ട് നാശമാണ് അവസാനമെന്നും അവിടുത്തെ മഹത്വപ്പെടുത്തി അങ്ങോടുകൂടെ വചനമനുസരിച്ച് ജീവിക്കുവാനും ആയിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.